അപ്പോൾ കാര്യങ്ങൾ വേഗം നടക്കട്ടെ അല്ലേ, ഇറച്ചിപ്പത്തിരി. അപ്പോൾ അതിനെന്താ ചെയ്യണ്ടേ? വേഗം പാൻ എടുക്കുക, ഇഞ്ചി മാത്രം ഗ്രേറ്റ് ചെയ്തതും ഒരു പച്ചമുളകും 2 വലിയ സവാളയും കൂടി ആഡ് ചെയ്യുക. നന്നായിട്ട് ഉപ്പിട്ട് വഴറ്റുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഒരു ഇച്ചിരി ഇറച്ചി മസാലപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. അത് കഴിഞ്ഞ് മല്ലിയില പുതിനയില ആഡ് ചെയ്യുന്നുണ്ട്. വേവിച്ച് വെച്ച ബീഫ് ഷ്രെഡ് ചെയ്തതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഇത് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിനൊരു പത്തിരി ഉണ്ടാക്കാനുള്ള ഡോ ഉണ്ട്. ഡോ നേരത്തെ ഞാൻ മൈദ മാത്രം ഉപ്പിട്ട് കുഴച്ച് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ ബോൾസ് ആക്കി ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഫില്ലിങ് വെച്ചിട്ടും സൈഡിൽ കൂടെയൊക്കെ നമ്മൾ നന്നായിട്ട് മൈദയുടെ ആ മാവ് കൊണ്ട് നമ്മൾ പശ ഉണ്ടാക്കുമല്ലോ, അതൊക്കെ ഉണ്ടാക്കി തേച്ച് നല്ലപോലെ സെറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു പത്തിരി കൂടി വെച്ചിട്ടാണ് നമ്മൾ ഇറച്ചിപ്പത്തിരി ആക്കി എടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ ഷേപ്പ് വേണ്ടെങ്കിൽ വേറെ ഷേപ്പിലാക്കാം കേട്ടോ. ചിലർ ഹാഫ് മൂൺ ഷേപ്പിലേക്ക് വെക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് ഇതേപോലെ സെറ്റ് ചെയ്ത് ആ പത്തിരിയും കൂടി അതിൻ്റെ മേളിലേക്ക് വെച്ച് നന്നായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് പരത്തി അതൊന്ന് ഷേപ്പാക്കി എടുക്കണം. അത് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് ഇതേപോലെ ഇങ്ങനെ എടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ വിട്ടു പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് ഒന്ന് പ്രസ് ചെയ്ത് എല്ലായിടത്തും ആ പശയാവാത്തടത്തൊക്കെ പശയാക്കി എന്നിട്ട് കൈ വെച്ച് നല്ലോണം ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. അന്നേരമാണ് പത്തിരിയുടെ ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ല അടിപൊളി പത്തിരി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ, നല്ല ചൂടുള്ള എണ്ണയിലേക്ക് അങ്ങോട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ സംഭവം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. അപ്പോൾ ഇനി വേറെ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരും. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ബൈ, താങ്ക് യു.